ഹലോ, നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ 2026 10th പ്രിലിംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്യുന്നത്. മാത്സ് 20 ക്വസ്റ്റ്യൻ ആണ് നമുക്കറിയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത് 81. ഓക്കെ, ഇനി 22-ാം തീയതി നടക്കാനിരിക്കുന്ന ഫോർത്ത് സ്റ്റേജിലുള്ളവരൊക്കെ മസ്റ്റായിട്ടും കണ്ടിരിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് 81. 8, 12, 16 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 3 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഈ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 3 വരണം അല്ലേ? എന്ന് പറഞ്ഞാൽ ഇപ്പം 8ൻ്റെ ഗുണിതമായിട്ടുള്ള ഒരു സംഖ്യ ഉണ്ട്. ആ സംഖ്യയെ നമ്മൾ 8 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എന്ത് വരണം? 3 വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കി, 8ൻ്റെ ഗുണിതമായിട്ടുള്ള ഒരു സംഖ്യയുടെ കൂടെ 3 കൂട്ടിയാൽ പോരെ? അതുപോലെ 12ൻ്റെ ഗുണിതമായിട്ടുള്ളൊരു സംഖ്യയുടെ കൂടെ 3 കൂട്ടിയാൽ പോരെ? അതുപോലെ 16ൻ്റെ ഗുണിതമായിട്ടുള്ള സംഖ്യയുടെ കൂടെ 3 കൂട്ടണം. അപ്പോൾ നമ്മൾ 8ൻ്റെയും 16ൻ്റെയും 12ൻ്റെയും LCM കണ്ടുപിടിക്കണം. LCM കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കൂടെ എന്ത് കൂട്ടിയാൽ മതി? 3 കൂട്ടിയാൽ മതി. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 8, 12, 16 എന്നീ സംഖ്യകളുടെ LCM ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എങ്ങനെ LCM കണ്ടുപിടിക്കും? 8, 12, 16 ഇതിൻ്റെ LCM എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എത്ര കിട്ടുന്നു? 4 കൊണ്ട് ചെയ്യുമ്പോൾ 2, 3, 4 എന്ന് കിട്ടുന്നു. ഇനി വീണ്ടും എന്ത് ചെയ്യാം? 2 കൊണ്ട് പറ്റും. അപ്പോൾ ഇവിടെ എത്ര വരുന്നു? 1, 3, 2 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ സംഖ്യകളെല്ലാം കൂടെ ഗുണിക്കും. 4 × 2 8 ആണ്, 8 ഉണ്ട്. 3 × 2 6 ആണ്, 8 × 6 8 48 എന്ന് കിട്ടുന്നു. അപ്പോൾ LCM നമുക്ക് എന്തെന്ന് കിട്ടി? 48 എന്ന് കിട്ടി. LCM 48 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഹരിച്ചാൽ 3 ശിഷ്ടം വരുന്നു. 3 എക്സ്ട്രാ ഒരു 3 ഉണ്ട്. അപ്പോൾ 48ൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? 3 കൂട്ടുന്നു. എത്ര വരുന്നു? 51 എന്ന് വരുന്നു. ഓപ്ഷൻ ബി, 81 ഓപ്ഷൻ ബി ആണ് ആൻസർ. മനസ്സിലായോ? ഇങ്ങനെ ചോദിക്കുന്ന സംഖ്യകളിൽ LCM കണ്ടുപിടിക്കുക, ഏതാണോ ശിഷ്ടം പറയുന്നത് അത് കൂട്ടുക. ഓക്കെ അല്ലേ? 82 പറയാം. 82 ഇതാണ്. 2.5 + 3/4 - 4 1/5. 4 1/5. നമ്മൾ ഈ 4ഉം അരയും എന്ത് ചെയ്യുന്നു? ആ രീതിയിൽ ചെയ്യാം. 3 2 കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നു? 5 എന്ന് കിട്ടി. 5 പിന്നെ അരയും 4ഉം കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നു? അരയെന്ന് വെച്ചാൽ 1/2, 4 എന്ന് പറഞ്ഞാൽ 1/4. അത് 2 ചെയ്തപ്പോൾ എത്ര കിട്ടിയത്? എത്രയായി? 5 3/4 എന്നായി. അരയും 4ഉം കൂട്ടിയാൽ 3/4 -4 and 1/5 അതുപോലുണ്ട്. അത് എഴുതി. അപ്പോൾ മിശ്രഭിന്നമാണ്. അപ്പോൾ അത് നമ്മൾ മാറ്റണം. മിശ്രഭിന്നം മാറ്റാൻ എന്ത് ചെയ്യും? 5 × 4 5 × 4 എത്രയാണ്? 20 എന്ന് വരും. ഇത് 20 എന്ന് വരും. 20 + 3 23. അപ്പോൾ നമ്മളതെങ്ങനെ എഴുതുന്നു? 20 3 23. അപ്പോൾ 23/4 ഉണ്ട്. ഛേദത്തിലെ 4 എഴുതി. ഇനി ഇത് മാറ്റണം അല്ലേ? 5 4 20, 21 21. 21/5 മൈനസ് ചെയ്യുന്നു അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് ചെയ്യാം. ഭിന്നസംഖ്യകൾ കുറയ്ക്കാനാണ്. ആദ്യം നമ്മൾ 23 × 5 ചെയ്യും. 23 × 5 എത്രയാണ്? 23 × 10 എന്ന് പറഞ്ഞാൽ 230 ആണ്. അതിൻ്റെ പകുതി വരും. 230ൻ്റെ പകുതി എത്രയാണ്? 115 ആണ്. 115 മൈനസ് ഇങ്ങനെ ഇൻറ്റു ചെയ്യാം. ഇങ്ങനെ ഇൻറ്റു ചെയ്യുമ്പോൾ 21 × 4 എന്ന് വരും. എത്രയാണ്? 84 ആണ്. 84 എന്ന് കിട്ടി. ഭാഗം 4 × 5. 4 × 5 എത്രയാണ്? 20. ഇനി 115 - 84 ചെയ്യണം. 115 - 84 ചെയ്യാം. എത്ര കിട്ടുന്നു? 5 4 പോയി 1 വരുന്നു. 11 8 കുറച്ചാൽ 3 വരുന്നു. അപ്പോൾ നമുക്ക് അംശത്തിൽ 31ഉം ഛേദത്തിൽ 20ഉം കിട്ടി. ഇപ്പോൾ ഇത് സാധാരണ ഭിന്നത്തിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അത് മിശ്ര ഭിന്നത്തിലോട്ട് മാറ്റണം. അപ്പോൾ നമുക്ക് ഭാഗിച്ച് നോക്കണ്ടേ? ഇപ്പോൾ തന്നെ ആൻസർ നമുക്കറിയാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭാഗിച്ച് നോക്കണമെങ്കിൽ ചെയ്യാം. 31നെ എത്ര കൊണ്ട് ഭാഗിക്കുന്നു? 20 കൊണ്ട് ഭാഗിക്കുന്നു. 20 കൊണ്ട് ഭാഗിക്കുന്നു. 1 20 ആണ് അല്ലേ? കുറയ്ക്കുമ്പോൾ എത്ര വരുന്നു? 31 20 കുറച്ചാൽ എത്ര വരുന്നു? 11 എന്ന് വരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം മിശ്രഭിന്നം? 1 ഈ 1 എഴുതി. 1 ബാക്കി 11/20. 11/20 ഏതാണ് ആൻസർ? ഓപ്ഷൻ എ. 82 ഓപ്ഷൻ എ എന്ന് കിട്ടി. 82 ഓപ്ഷൻ എ. ഓക്കെ, 82 ഓപ്ഷൻ എ. അടുത്തത് 83ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 83 2√2 + 3√2 - √8. നോക്കേ, √2 വരണം നമുക്ക് ചെയ്യാനറിയാം. 2√2ഉം 3√2ഉം കൂട്ടിയാൽ എത്ര കിട്ടുന്നു? 5√2 എന്ന് കിട്ടുന്നു. 5√2 കിട്ടി. അപ്പോൾ നമുക്ക് അത് എഴുതാം. 5√2 എഴുതി. ഇനി നോക്കിയേ, -√8 ഉണ്ട്. √8നെ നമുക്ക് √2ൻ്റെ ഫോമിലോട്ട് മാറ്റാൻ പറ്റുമോ നോക്കാം. √8 ഞാൻ ഇവിടെ ചെയ്യണേ. √8 എന്ന് പറയുന്നത് 8നെ നമുക്ക് എങ്ങനെ എഴുതാം? √4 × 2 എന്ന് എഴുതിക്കൂടെ? 4 × 2 ആണ് 8 അല്ലേടെ? അപ്പോൾ √4 എന്ന് പറഞ്ഞാൽ എത്രയാണത്? √4. ഇനി റൂട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. √4നും കൊടുക്കുന്നു, 2നും കൊടുക്കുന്നു. √4 എന്ന് പറഞ്ഞാൽ അത് 2 ആണ്. ഇനി √2 എന്ന് പറഞ്ഞാൽ √2 തന്നെയാണത്. 2√2 എന്ന് എഴുതി. 2√2 എന്ന് എഴുതി. ഓക്കെ,
അപ്പോൾ √8നെയാണ് എന്തെന്ന് കിട്ടിയത് 2√2 എന്ന് കിട്ടിയത് 2√2. അപ്പോൾ ബാക്കിയുള്ള നമുക്ക് എങ്ങനെ എഴുതാം 5√2 മൈനസ് 2√2 ചെയ്യാറിയാമല്ലോ. 5√2 മൈനസ് 2√2 എത്രയാണ് 3√2 എന്ന് കിട്ടും. ഓപ്ഷൻ ബി 83 ഓപ്ഷൻ ബി എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അടുത്തത് 84ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ക്ലാസ്സിലെ 25 കുട്ടികളുടെ ശരാശരി വയസ്സ് 13. 25 കുട്ടികളുടെ ശരാശരി വയസ്സ് എത്രയെന്നറിയാം 13 എന്നറിയാം. അപ്പോൾ തുക നമുക്ക് എങ്ങനെ എഴുതാം, തുക കണ്ടുപിടിക്കാം. തുക എന്ന് പറയുന്നത് തുക സമം എങ്ങനെ 13 ആൾക്കാരാണുള്ളത്, അല്ല 25 ആൾക്കാരുടെ ശരാശരി വയസ്സ് 13. അപ്പോൾ തുക കാണാൻ വേണ്ടി എന്ത് ചെയ്യും, ഈ എണ്ണവും ശരാശരിയും കൂടെ ഗുണിക്കണം. അപ്പോൾ എത്ര വരുന്നു 25 × 13 എന്ന് കിട്ടി. 25 × 13 ചെയ്ത് നോക്കാം. 25 × 13 എത്രയാണ് 15, 1, 6, 5, 12 എന്ന് വരും. 1, 2, 1, 3, 325 എന്ന് കിട്ടി. തുക എത്രയെന്ന് കിട്ടി 325 അല്ലേ. ഇനി ടീച്ചറുടെ വയസ്സ് കൂടി ചേർത്തപ്പോൾ ശരാശരി എത്രയായി 14 വയസ്സായി. ശരാശരി എത്രയാവുന്നു 14 ആവുന്നു. അപ്പോൾ ടീച്ചറുടെ വയസ്സ് കൂടി ചേർത്തു എന്ന് പറയുമ്പോൾ അതെന്താവും, ഇതിൻ്റെ കൂടെ എക്സ് കൂടെ ചേർന്നപ്പോൾ ശരാശരി, അപ്പം ആദ്യം 25 കുട്ടികളും പിന്നെ ടീച്ചറും കൂടെ ആയപ്പോൾ എണ്ണം മാറി 26 പേരായി. അപ്പോഴത്തെ ശരാശരി എത്രയാണ് 14 എന്നായി. ശരാശരി 14. ഇനി എന്ത് ചെയ്യാം, നമുക്ക് എക്സ് വേണം കണ്ടുപിടിക്കാൻ. നമ്മൾ എന്ത് ചെയ്യുന്നു 26നെ സമത്തിനപ്പുറം കൊണ്ടുപോകുന്നു. അപ്പോൾ 26 × 14 ആവും. നമുക്ക് ചെയ്തു നോക്കാം. 26 × 14 എത്രയാണ് 26 × 14, 6, 4, 24 വരുന്നു. 2, 8, 6 അല്ലേ. 16 വരും. 1, 2, 1, 3, 364 എന്ന് കിട്ടി. കൊണ്ടുവരുമ്പോൾ എന്തെന്നാവുന്നു 325 + എക്സ് എന്നുള്ളത് എത്ര കിട്ടുന്നു 364 എന്ന് കിട്ടി. കണ്ടുപിടിക്കേണ്ടത് എക്സ് അല്ലേ. അപ്പോൾ +325 ഇപ്പുറം വരുന്നു. അപ്പോൾ എന്താവും മൈനസ് ആവും. എക്സ് = 364 - 325 എന്ന് വരുന്നു. എത്രയാണ് കുറയ്ക്കുമ്പോൾ 14 ന്ന് 5 കുറച്ചാൽ 9, ബാക്കി 5 ന്ന് 2 പോയി 3, 39 എന്ന് കിട്ടും. അപ്പോൾ ടീച്ചറുടെ വയസ്സ് എത്രയാണ് 39. ഓപ്ഷൻ സി 84 ഓപ്ഷൻ സി എന്ന് കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 85ാമത്തെ ക്വസ്റ്റ്യൻ. 3, 7, 15, 31 എക്സെട്ര. അടുത്ത പദമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഡാഷ് തന്നിട്ടുണ്ട്. അടുത്ത പദം കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കാം. 3, 7 വ്യത്യാസം എത്രയാണ് 4 ആണ്. ഇനി 7ഉം 15ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് 7ഉം 15ഉം തമ്മിലുള്ള വ്യത്യാസം 8 ആണ്. 15, 31 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് 15ഉം 30ഉം തമ്മിലുള്ളത് 15, 15 1 16. ഓക്കെ, 4ൻ്റെ ഇരട്ടി 8, 8ൻ്റെ ഇരട്ടി 16. ഇനി 16ൻ്റെ ഇരട്ടി എത്രയാണ് 32 ആണ്. ഈ 32 എന്ത് ചെയ്യണം 31ൻ്റെ കൂടെ കൂട്ടണം. അപ്പോൾ എത്ര കിട്ടുന്നു 2, 1, 3 ആവുന്നു. 3, 3, 6, 63 എന്ന് കിട്ടും. ഓപ്ഷൻ സി 63 ഏതാണ് ഓപ്ഷൻ സിയിലാണ് വരുന്നത്. 85 ഓപ്ഷൻ സി എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അടുത്തത് 86ാമത്തെ ക്വസ്റ്റ്യൻ. 16 + 8 / 2 × 6 - 20. നോക്കിയേ, ബോർഡ് മാസ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം 8 / 2 എത്ര വരുന്നു 8 / 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇനി 4 × 6 എത്രയാണത് 24 ആണ്. 4 × 6 എത്രയാണ് 24. അപ്പോൾ നമുക്ക് കിട്ടിയത് 16 + 24 - 20. 24 - 20 എത്രയാണ് 24 - 20 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ എന്ത് വരുന്നു 16 + 4 എന്ന് കിട്ടും. 16 + 4 എത്രയാണ് 20. 86 ഓപ്ഷൻ ബി എന്ന് കിട്ടി. 86 ഓപ്ഷൻ ബി 20. അടുത്തത് 87ാമത്തെ ക്വസ്റ്റ്യൻ. 87. ക്ലോക്കിലെ സമയം 3 മണി 20 മിനിറ്റ് ആണെങ്കിൽ സൂചികൾ തമ്മിലുള്ള ഡിഗ്രി അളവ് എത്ര 3 മണി 20 മിനിറ്റ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം കോണളവ് കണ്ടുപിടിക്കണം. എന്തായിരുന്നു ഇക്വേഷൻ, കോണളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതായിരുന്നു 30h - 11/2 × m. 11/2 × m. ഇവിടെ h എത്രയാണ് 3 മണി, m എത്രയാണ് 20 മിനിറ്റ്. നമുക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ 30 × 3 - 11/2 × 20 ക്യാൻസൽ ചെയ്യാം. 2, 20 ക്യാൻസൽ ചെയ്തു 10 എന്ന് കിട്ടും അല്ലേ. 10 കിട്ടി. 3 × 30 എത്രയാവുന്നു 90 - 11 × 10 ആണ് 110. 90 - 110 എത്രയാണ്
20 -20 വരുന്നു. അപ്പോൾ അവിടുത്തെ കോണളവ് എത്രയാണ്? -20 എന്നുള്ളത് 20 ഡിഗ്രി നമ്മൾ എടുക്കുന്നു. 87 ഓപ്ഷൻ സി എന്ന് കിട്ടി. ഓക്കെ, അടുത്ത 88ാമത്തെ ക്വസ്റ്റ്യൻ. 5x-1 ഇൻറ്റു 5ൻ്റെ ക്യൂബ് ഇൻറ്റു 5ൻ്റെ സ്ക്വയർ = 3125. അപ്പോൾ ഈ സംഖ്യ നോക്കിയാൽ നമുക്ക് 5ൻ്റെ പവറിൽ എഴുതണം അല്ലേ? എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ആ സംഖ്യയെ നമ്മൾ 5ൻ്റെ പവറിൽ എഴുതുന്നു അല്ലേ? 3125ന് 5ൻ്റെ പവറിൽ എഴുതിയാൽ എന്ത് വരുന്നു? 5ൻ്റെ പവറിൽ എഴുതാം. നമ്മൾ ആദ്യം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നു. 3125 എത്ര കൊണ്ട് വെട്ടാം? നമ്മൾ 25 കൊണ്ട് വെട്ടാം. കാര്യം 25 5ൻ്റെ സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. 25 കൊണ്ട് വെട്ടാം. 3125ൽ എത്ര 25 ഉണ്ടെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. നോക്കിയേ, വായിച്ച് നോക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ എന്ത് വരുമെന്ന് ചോദിച്ചാൽ 3125ൽ എത്ര 25 ഉണ്ടെന്ന് നോക്കിയാൽ 125 ഉണ്ട്. 125 ഉള്ളത്. ഇനി ഞാൻ കൂടുതൽ ചെയ്യാൻ നിൽക്കില്ല, അല്ലെങ്കിൽ 5 കൊണ്ട് നമുക്ക് ഭാഗങ്ങൾ എടുത്തു പോകാം. ഇവിടെ എനിക്ക് 5ൻ്റെയും 125ൻ്റെയും 25ൻ്റെയും 5ൻ്റെ പവറായിട്ട് എഴുതാൻ അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്കത് എഴുതി നോക്കാം. എങ്ങനെയാണ്? 3125 എന്ന് പറയുന്നത് 25 × 125 അല്ലേ? അതിനെങ്ങനെ എഴുതുന്നു? 25 എന്ന് പറഞ്ഞാൽ 5ൻ്റെ സ്ക്വയറാണ്, 5 സ്ക്വയറാണ്. 125 എന്ന് പറഞ്ഞാൽ 5ൻ്റെ ക്യൂബാണ്. അത് രണ്ടും തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ 3125 കിട്ടും അല്ലേ? അപ്പോൾ ഞാൻ അതിവിടെ കൊടുക്കുകയാണ്. അപ്പോൾ എങ്ങനെ വരുന്നു? നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാവുന്നു? 5x-1 ഇൻറ്റു 5ൻ്റെ ക്യൂബ് ഇൻറ്റു 5ൻ്റെ സ്ക്വയർ = 3125നെ 5 സ്ക്വയർ ഇൻറ്റു 5 ക്യൂബ് എന്ന് എഴുതി. ഈ 5 സ്ക്വയറും 5 ക്യൂബും എന്ത് ചെയ്യുന്നു? രണ്ടിടത്തുനിന്ന് ഞാൻ ക്യാൻസൽ ചെയ്യുന്നു, അത് പോയി. ബാക്കി ഇവിടെ എന്താണുള്ളത്? 1 ആണുള്ളത്. 5x-1 എന്നാണ് എടുക്കുന്നത്. അതിനെങ്ങനെ എഴുതാം? 5x/5 എന്ന് എഴുതാം, അല്ലെങ്കിൽ 5/1 എന്ന് എഴുതാം. അതേതാ ഇക്വേഷൻ? x⁻m - n എന്ന് പറഞ്ഞാൽ x⁻m/x⁻n ആണ്. ഇതല്ലേ ഇക്വേഷൻ? ആ ഇക്വേഷനാണ് ഞാൻ ഇവിടെ കൊടുത്തത്. = 1 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്തെഴുതാം? ഈ /5 അപ്പുറത്ത് പോവും. അപ്പോൾ എന്താവുന്നു? 5x = 5 എന്ന് കിട്ടും, അല്ലെങ്കിൽ 5/1 എന്ന് എഴുതാം. അത് നെക്സ്റ്റിൻ്റെ വാല്യൂ എത്ര കിട്ടുന്നു? x = 1 എന്ന് കിട്ടി. x = 1 ഓപ്ഷൻ ബി. 88 ഓപ്ഷൻ ബി എന്ന് കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 89ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 60 ആളുകൾ 10 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി 6 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ എത്ര ആളുകൾ അധികം വേണ്ടിവരും? അധികം എത്ര ആൾക്കാർ വേണ്ടിവരും? നോക്കിയേ, 60 ആളുകൾ 10 ദിവസം, 60 ആളുകൾ 10 ദിവസം. അപ്പോൾ വർക്ക് കിട്ടി. ഇനി 6 ദിവസം കൊണ്ട് ചെയ്യാൻ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 6 കൊണ്ട് ഭാഗിക്കും. 6ഉം 60ഉം വെട്ടി ഇവിടെ 10 കിട്ടി. 10 × 10 100. ഇപ്പോൾ 100 ആൾക്കാർ വേണം. 6 ദിവസം കൊണ്ട് തീർക്കാൻ 100 ആൾക്കാർ വേണം. അപ്പോൾ നോക്ക്, 60 ആളുകൾ 10 ദിവസം അല്ലേ? 60 ആളുകൾ 10 ദിവസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര ആൾക്കാർ അധികം എടുത്തു? ആദ്യം 60 ഉണ്ടായിരുന്നു, ഇനി 100 ആവാൻ എത്ര കൂടുതലുണ്ട്? 40 പേര് കൂടുതൽ വേണം. ആ അധികം ആൾക്കാരല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി എന്ന് കിട്ടും, 40. 89 ഓപ്ഷൻ ഡി 40. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 90ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു കച്ചവടക്കാരൻ 110 രൂപയ്ക്ക് വാങ്ങിയ ഒരു പുസ്തകം 132 രൂപയ്ക്ക് വിറ്റാൽ ലാഭം എത്ര ശതമാനം? ഒരു കച്ചവടക്കാരൻ എന്ത് ചെയ്യുന്നു? 110 രൂപയ്ക്ക് വാങ്ങി 132 രൂപയ്ക്ക് വിൽക്കുന്നു. വ്യത്യാസം എത്രയാണ്? 132 110 കുറച്ചാൽ എത്ര കിട്ടും? 32 10 കുറച്ചാൽ മതി, 22 എന്ന് കിട്ടും. 22 ആണ് വ്യത്യാസം. അപ്പോൾ വാങ്ങിയ വില എത്രയാണ്? 110 ആണ്. 110 വാങ്ങിയ വില, അതും കൊടുത്തു. ഇനി ശതമാനം കണ്ടുപിടിക്കാൻ, ലാഭം എത്രയാണെന്നാണ്. ശതമാനം കണ്ടുപിടിക്കാൻ 100 കൊണ്ട് ഗുണിക്കുന്നു. ഇനി നമുക്ക് വെട്ടാം. 0 0 പോയി. ബാക്കി 11 22 വെട്ടി 2 കിട്ടി. 2 × 10 എത്രയെന്ന് വരും? 20 എന്ന് വരും. 90 ഓപ്ഷൻ ബി 20. ഓക്കെ, അടുത്തത് നോക്കാം. ഇനി ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ട്. 91ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 1 1 2 3 5 8 എന്ന ശ്രേണിയുടെ അടുത്ത പദം എത്ര? ശ്രേണിയുടെ അടുത്ത പദം. ആദ്യം നമുക്ക് വ്യത്യാസം തന്നെ എടുത്ത് നോക്കാം. ചെറിയ ചെറിയ സംഖ്യകളല്ലേ, അപ്പോൾ വ്യത്യാസം എടുക്കാം. 1 1 വ്യത്യാസം എത്രയാണ്? 0. 1 2 1. 2 3 തമ്മിലുള്ള വ്യത്യാസവും 1. 3 5 തമ്മിലുള്ള വ്യത്യാസം 2. 5 8 3. ഇത് നോക്കിയേ, നമ്മുടെ തന്നിരിക്കുന്ന ശ്രേണിയല്ലേ? 0 1 1 2 3 1 1 2 3. അപ്പോൾ അടുത്ത സംഖ്യ എന്ത് വരും? 5 ആയിരിക്കും ഇവിടെ വരുന്നത്. വ്യത്യാസം 5 വരണം. അപ്പോൾ 8ൻ്റെ കൂടെ 5 കൂട്ടുന്നു. 8 5 13 ആണ്. 91 ഓപ്ഷൻ ബി. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വ്യത്യാസം എന്ന് പറയുന്നത്
തന്നിരിക്കുന്ന ശ്രേണി തന്നെയാണ് ആ വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പോൾ ശ്രേണിയിലെ അടുത്ത പദം നമുക്കറിയാം 5 ആണെന്ന്. ഇവിടെ എത്ര കൊടുക്കുന്നു? 5 വ്യത്യാസമായിട്ട് കൊടുക്കുന്നു. അപ്പോൾ സംഖ്യകൾ കൂട്ടി നമ്മൾ അടുത്ത പദം എഴുതുന്നു. 13 എന്ന് കിട്ടി. 91 ഓപ്ഷൻ ബി 13. 92 92 എങ്ങനെയാണ്? 3 സ്റ്റാർ 2 = 9, 4 സ്റ്റാർ 3 = 13, 5 സ്റ്റാർ 4 = 17 ആയാൽ 6 സ്റ്റാർ 5 എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. 3 സ്റ്റാർ 2 എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണിത് തമ്മിലുള്ള കണക്ഷൻ എന്ന് ചോദിച്ചാൽ നോക്കിയേ, 3 + 2 3 + 2 എത്രയാണ്? 5 ആണ്. 5 അല്ലേ. 3 + 2 5 ആണ്. അതിൻ്റെ കൂടെ ഇൻറ്റു 2 ചെയ്യുന്നു. 3 + 2 3 + 2 എന്ന് പറയുന്നത് 5 ആണ്. അതിൻ്റെ കൂടെ ഇൻറ്റു 2 ചെയ്യുന്നു, അല്ലെങ്കിൽ ഇരട്ടി എടുക്കുന്നു. അപ്പോൾ 10 കിട്ടും. 10 നിന്ന് 1 കുറച്ചാലല്ലേ 9 കിട്ടുന്നത് ആദ്യത്തേത് അല്ലേ. ഇനി രണ്ടാമത് നോക്കിയാൽ 4 സ്റ്റാർ 3 എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? 4ഉം 3യും കൂടെ കൂട്ടുന്നു. 4 + 3 ചെയ്യുന്നു. അപ്പോൾ എത്ര കിട്ടുന്നു? 4ഉം 3ഉം 7 ആണ്. 7 × 2 എത്രയാണ്? 7 × 2 14 ആണ്. 14 - 1 എത്ര കിട്ടുന്നു? 13 എന്ന് കിട്ടുന്നു. അപ്പോൾ 13 ആൻസർ കിട്ടും. അടുത്തത് 5 സ്റ്റാർ 4 എന്നാണ്. 5 സ്റ്റാർ 4 എങ്ങനെ ചെയ്യും? ഇതുപോലെ 5 + 4 ചെയ്യുന്നു. 5 + 4 എത്രയാണ്? 9 ആണ്. 9ൻ്റെ ഇരട്ടി എത്രയാണ്? 18 ആണ്. 18 - 1 17 കിട്ടുന്നു. 17 കിട്ടി. ഓക്കെ അല്ലേ. അടുത്തിനി എന്താണ്? ലാസ്റ്റ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 6 സ്റ്റാർ 5 എത്രയെന്നാണ്. അപ്പോൾ 6 + 5 ചെയ്യുന്നു. 6 + 5 എത്രയാണ്? 11 ആണ്. 11 × 2 എത്രയാണ്? 22 ആണ്. 22 - 1 എത്രയാണ്? 21 എന്ന് കിട്ടുന്നു. 21 എന്ന് കിട്ടുന്നു അല്ലേ. നിങ്ങൾക്ക് സ്റ്റെപ്പ് ഓരോന്നായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. 6ഉം 5ഉം 11 കിട്ടുന്നു. 11 × 2 എത്രയാണ്? 22 ആണ്. 22 - 1 ആണ്. 21 എന്ന് കിട്ടിയത്. ഓപ്ഷൻ ഡി. 92 ഓപ്ഷൻ ഡി എന്ന് കിട്ടി. അടുത്തത് 93ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ 93 എന്ന് പറയുന്നത് ഇതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് 3, 6, 11, 18 എക്സെട്ര എന്ന ശ്രേണിയിൽ ഉൾപ്പെടാത്തത്? അപ്പം നമുക്ക് ആദ്യം ഇതൊരു സമാന്തര ശ്രേണിയാണോ എന്ന് നോക്കണം. പൊതുവ്യത്യാസം കണ്ടുപിടിക്കണ്ടേ. ഇവിടെ പൊതുവ്യത്യാസം എത്രയാണ്? 3ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം 3 ആണ്. 6ഉം 11ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5 ആണ്. 5 ആണ് അല്ലേ. 6ഉം 5ഉം 11. 11ഉം 18ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അത് 7 ആണ്. അപ്പോൾ നോക്കിയത് എന്തായാലും എന്തല്ല, ഒരു സമാന്തര ശ്രേണിയല്ല. അപ്പോൾ ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഈ ശ്രേണിയിൽ ഉൾപ്പെടാത്തത് 51, 37, 66, 38 ഉൾപ്പെടാത്തത് ഏതാണ്? അപ്പോൾ നമ്മളിവിടെ പൊതുവ്യത്യാസം എഴുതിയിരുന്നു. വ്യത്യാസം എഴുതിയിരുന്നു. എത്രയാണ്? 3, 5, 7. അപ്പോൾ എങ്ങനെ വരും? അടുത്ത ടേം ഏതായിരിക്കും? അടുത്തതെന്ന് പറയുന്നത് 9 ആയിരിക്കും. അടുത്തത് എന്തായിരിക്കും? 9 ആയിരിക്കും. 3, 5, 7, 9 ആയിരിക്കും. അപ്പോൾ 18ൻ്റെ കൂടെ 9 കൂട്ടിയാൽ എത്ര കിട്ടുന്നു? 27 എന്ന് കിട്ടി. 27 എന്ന് കിട്ടി. അപ്പോൾ അടുത്ത ടേം ഏതായിരിക്കും? 27 ആയിരിക്കും. അടുത്തത് 27ൻ്റെ കൂടെ അടുത്ത വ്യത്യാസം എന്താണ് വരുന്നത്? 3, 5, 7, 9 11 ആയിരിക്കും അല്ലേ. അടുത്ത വ്യത്യാസം 11 ആയിരിക്കും. 27ൻ്റെ കൂടെ 11 കൂട്ടിയാൽ എത്ര കിട്ടുന്നു? 38 എന്ന് കിട്ടും. അടുത്തത് 38 ആണ് സംഖ്യ. നോക്കിയേ, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓപ്ഷനിൽ തന്നിട്ടുണ്ട് 37 ഇതിലെ ടേം ആണോ? 37 ഇതിലെ ടേം വരുമോ? ഇല്ല. 37 ഇതിലെ ടേം ആയിരിക്കില്ല അല്ലേ. 38 വന്നു, ഇനി 37 വരില്ലല്ലോ. അപ്പോൾ എന്താണ് ആൻസർ? 37 ആണ് ആൻസർ. 93 ഓപ്ഷൻ ബി. അടുത്ത 94ാമത്തെ ക്വസ്റ്റ്യൻ. സുരേഷ് 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. 7 കിലോമീറ്റർ എന്ത് ചെയ്യുന്നു? കിഴക്കോട്ട് സഞ്ചരിച്ചു. 7 കിലോമീറ്റർ സഞ്ചരിച്ചു. അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ സഞ്ചരിച്ചു. 4 കിലോമീറ്റർ വലത്തോട്ട് എന്ന് പറയുമ്പോൾ താഴോട്ടാണ് വരുന്നത്. 4 കിലോമീറ്റർ സഞ്ചരിച്ചു. അതിനുശേഷം വലത്തോട്ട് തിരിഞ്ഞ് 7 കിലോമീറ്റർ കൂടി, വീണ്ടും വലത്തോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടല്ലേ തിരിയുന്നത്, 7 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചു. ഇപ്പോൾ അയാൾ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്നും എവിടെയായിരിക്കും? ഇവിടെ നിന്നാണ് തുടങ്ങിയത്, ഇതാണ് ഇപ്പം നിർത്തി നിൽക്കുന്നത്. അപ്പോൾ എന്താണ്? ഈ ഡിസ്റ്റൻസ് വേണം കണ്ടുപിടിക്കാൻ. അത് എത്രയാണ്? 4 ആണ്. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്നും എവിടെയായിരിക്കും? യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എവിടെയാണ്? 4 മീറ്റർ തെക്ക് മാറിയല്ലേ നിൽക്കുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? 4 കിലോമീറ്റർ തെക്ക്. അപ്പോൾ 94 ഓപ്ഷൻ എ എന്ന് കിട്ടി. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 95ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 7 + 8 ÷ 4 - 2 × 3 + 1. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? 8/4 ചെയ്യും. 8/4 എത്രയാണ്? 2 എന്ന് കിട്ടി. ഇത് വെട്ടി നമുക്ക് എന്തെന്ന് കിട്ടും? 2 എന്ന് കിട്ടും. ഇനി 2 × 3 എത്രയാണ്? 6 ആണ്. അതും കിട്ടി. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണ്? 7 + 2 - 6 + 1. ഇനി എന്ത് ചെയ്യാം? 7ഉം 2ഉം കൂട്ടാം. 7ഉം 2ഉം കൂട്ടിയാൽ 9 ആണ് അല്ലേ. ഇത് രണ്ടും കൂടെ കൂട്ടി 9 എന്ന് കിട്ടി. എന്തായി? 9 എന്നായി. ഏതാണ്? 7ഉം 2ഉം കൂട്ടി 9 ആയി. ഇത് 9 എന്ന് കിട്ടി. ഇനി -6 ഉണ്ട്, +1 ഉണ്ട്. 9 നിന്ന് 6 കുറച്ചാൽ എത്ര കിട്ടുന്നു? 3 എന്ന് കിട്ടുന്നു. 3 + 1 എത്രയാണ്? 4. 95 ഓപ്ഷൻ സി 4 എന്ന് കിട്ടി.
6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 96ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താ പറഞ്ഞിരിക്കുന്നത്? 3 വർഷം മുൻപ് മത്തായിക്ക് മകൻ ജോണിന്റെ വയസ്സിന്റെ 4 മടങ്ങ് പ്രായമുണ്ട്. 3 വർഷം മുന്നേ മത്തായി ഉണ്ട്, മത്തായിയുടെ മകനാണ് ജോൺ. അപ്പോൾ ജോണിന്റെ പ്രായം എത്രയാണോ അതിന്റെ 4 മടങ്ങായിരിക്കും മത്തായിയുടെ പ്രായം, അല്ലേ? 2 വർഷം കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ 3 വർഷം മുന്നത്തെ കാര്യമാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ആദ്യം 3 വർഷം മുൻപ്, എന്നിട്ട് ഇപ്പോഴത്തെ വയസ്സ് എത്തിയിട്ടാണ് പിന്നെ 2 വർഷം കഴിയുമ്പോൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 പ്രായങ്ങളാണ് വരുന്നത്, 3 കാലഘട്ടം വന്നിട്ടാണ് പറയുന്നത്. ഓക്കെ. പിന്നെ 2 വർഷം കഴിയുമ്പോൾ മത്തായിയുടെ പ്രായം ജോണിന്റെ പ്രായത്തിന്റെ 3 മടങ്ങാകും. എന്നാൽ ഇപ്പോൾ മത്തായിയുടെ പ്രായം എത്ര? അപ്പം ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ പ്രായവും, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 2 കാര്യങ്ങൾ, ഒന്ന് 3 വർഷം മുൻപുള്ളതും പിന്നൊന്ന് 2 വർഷം കഴിയുമ്പോൾ ഉള്ളത്. 2 വർഷം കഴിയുമ്പോൾ ഉള്ളതെന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ പ്രായം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ്. ഓക്കെ. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. ആരൊക്കെയാണ്? മത്തായിയും ജോണും ആണുള്ളത്. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? ഒന്ന് മത്തായി, അടുത്ത ആള് ജോൺ ആണ് മകൻ. മത്തായി ജോണിന്റെ അച്ഛനാണ്, അല്ലേ? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ പ്രായമുണ്ട്, പ്രസന്റ് ഏജ് ഉണ്ട്, 3 വർഷം മുന്നേ ഉള്ള കാര്യം പറയുന്നുണ്ട്, 2 വർഷത്തിന് ശേഷമുള്ള കാര്യവും പറയുന്നുണ്ട്. പ്ലസ് 2 വർഷം മൈനസ് 3 വർഷം, അല്ലേ? ഇനി ക്വസ്റ്റ്യനിൽ ആദ്യത്തെ 3 വർഷം മുന്നത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? മത്തായിക്ക് മകൻ ജോണിന്റെ വയസ്സിന്റെ 4 മടങ്ങ് പ്രായം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജോണിന്റെ വയസ്സ് എക്സ് എന്ന് എടുത്താൽ മത്തായിയുടെ വയസ്സ് എത്രയായിരിക്കും? 4 മടങ്ങ് എന്ന് പറയുമ്പോൾ 4x ആയിരിക്കും. അപ്പോൾ ജോണിൻ്റെത് എക്സ് എന്ന് എടുത്തു, അപ്പോൾ മത്തായിയുടെ എന്തായിരിക്കും? 4x എന്ന് എഴുതി. ഓക്കെ. അപ്പോൾ 3 വർഷം മുന്നേ ഉള്ള കാര്യമായി. ഇനി ഇതിൽ നിന്ന് ഇപ്പോഴത്തെ പ്രായം എങ്ങനെ എഴുതാം? 3 വർഷം മുന്നേ 4xഉം എക്സും ആണെങ്കിൽ ഇപ്പോഴത്തെ പ്രായം എന്ന് പറയുന്നത് 3 വർഷം കൂടെ കൂടും, അല്ലേ? അപ്പോൾ ജോണിന്റെ പ്രായം എക്സ് എന്നുള്ളത് x+3 ആകുന്നു. ഇനി മത്തായിയുടേത് എന്താകുന്നു? അതിൻ്റെ കൂടെ മത്തായിക്കും 3 വയസ്സ് കൂടും. അപ്പോൾ 4x+3 എന്നാകുന്നു, ആണല്ലോ. അപ്പോൾ ജോണിന്റെ പ്രായമായി, മത്തായിയുടെ പ്രായവുമായി. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് +2 എന്ന് വെച്ചാൽ 2 വർഷം കഴിഞ്ഞിട്ട്. അപ്പോൾ x+3ൻ്റെ കൂടെ വീണ്ടും 2 വർഷം കൂടും. അപ്പോൾ അതെന്താവും? x+3+2 5 എന്നായി, x+5 ആയി. അപ്പോൾ മത്തായിക്കും 2 വയസ്സ് കൂടും. അപ്പോൾ എങ്ങനെയാവും? 4x+5 എന്നായി. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞുള്ളത് നമ്മൾ എഴുതി. ഇനി ക്വസ്റ്റ്യനിൽ 2 വർഷം കഴിഞ്ഞുള്ള റിലേഷൻ എങ്ങനെ പറഞ്ഞിട്ടുണ്ട്? 2 വർഷം കഴിയുമ്പോൾ മത്തായിയുടെ പ്രായം ജോണിന്റെ പ്രായത്തിന്റെ 3 മടങ്ങാകും. ഇപ്പോൾ മത്തായിയുടെ പ്രായം എത്രയാണ്? 4x+5 തന്നിട്ടുണ്ട്. 2 വർഷം കഴിയുമ്പോഴുള്ള പ്രായം 4x+5 തന്നിട്ടുണ്ട്. ജോണിന്റെ പ്രായം എത്രയെന്ന് തന്നിട്ടുണ്ട്? x+5 തന്നിട്ടുണ്ട്. ഇതിന്റെ 3 മടങ്ങെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മത്തായിയുടെ അപ്പോഴത്തെ പ്രായം ഈ ജോണിന്റെ പ്രായത്തിന്റെ 3 മടങ്ങ്. അപ്പോൾ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇതിന് തുല്യമാവും. ഇപ്പോൾ ഒരു ഇക്വേഷൻ ആയില്ലേ? ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ എന്ത് വരുന്നു? 3 × x 3x + 3 × 5 15 എന്ന് കിട്ടി. ഇവിടെ എന്താണ്? 4x+5 അതുപോലെയുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? +3x സമത്തിനപ്പുറം പോകും. അപ്പോൾ എന്താവും? 4x - 3x ആവുന്നു. ഈ +5 സമത്തിനപ്പുറം പോകുമ്പോൾ എന്താവുന്നു? 15 ഓൾറെഡി ഉണ്ട്, +5 അപ്പുറം പോകുമ്പോൾ -5 ആവും, അല്ലേ? 4x - 3x എത്ര കിട്ടുന്നു? x എന്ന് കിട്ടി. ഇനി 15 - 5 എത്ര കിട്ടുന്നു? 10 എന്നും കിട്ടി. അപ്പോൾ x 10 എന്ന് കിട്ടി. ഇനി ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ മത്തായിയുടെ പ്രായം എത്ര? പ്രസന്റ് ഏജ് എത്രയെന്നാണ്. ആരുടെ? മത്തായിയുടെ പ്രസന്റ് ഏജ്, ഇപ്പോഴത്തെ പ്രായമാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്താണ്? 4x+3 ആണ്. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ അറിയാം 10. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ 4 × 10 4 × 10 40. 40 + 3 എത്ര കിട്ടുന്നു? 43 എന്ന് കിട്ടുന്നു. ആൻസർ ഓപ്ഷൻ ബി ആണ്, 43. 96 ഓപ്ഷൻ ബി എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അടുത്ത 97ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലോക്കിൽ സമയം 4 മണിയാകുമ്പോൾ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോൺ എത്രയായിരിക്കും? സമയം 4 മണിയാകുമ്പോൾ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോൺ. 4 മണി എന്ന് പറഞ്ഞാൽ എന്താണ്? കറക്റ്റ് 4 ആണ്. അവിടെ എന്തില്ല? മിനിറ്റ് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 4 മണി എന്ന് പറഞ്ഞാൽ 12 മുതൽ 1 2 3 4, അല്ലേ? 4 ആംഗിൾ മാറുന്നു എന്ന് പറഞ്ഞാൽ 4 ഭാഗം മാറുന്നു. ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. ഇവിടെ 4 ഭാഗമാകുമ്പോൾ 4 × 30 ചെയ്താൽ മതി. നമ്മളിതിന് മുന്നേ ക്വസ്റ്റ്യനിൽ ചെയ്തിട്ടുണ്ട്. 4 × 30 120 എന്ന് വരും, അല്ലേ? അതെന്താണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലോക്ക് ഇതാണ്. ക്ലോക്കിനുള്ളിൽ 12 6, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 9 ഉണ്ട്. ഇതിനിടയ്ക്ക് സമയങ്ങളുണ്ട്, അല്ലേ? ഇങ്ങനെയാണ് നമ്മുടെ ക്ലോക്ക് വരുന്നത്. ഇതിൽ 4 എവിടെ വരുന്നു? ഇവിടെയാണ് 4 വരുന്നത്, അല്ലേ? അപ്പോൾ ഇതാ ഇവിടെ 12 ഉണ്ട്, 1 2 3 4. അപ്പോൾ ഇത് മുതൽ ഇതുവരെ ആകുമ്പോഴത്തേനും ഇവിടുത്തെ കോൺ എത്രയാവുന്നത്? ഈ കോൺ വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. ഈ കോണാണ് കണ്ടുപിടിക്കണം. മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോൺ എന്ന് പറഞ്ഞാൽ ഈ കോൺ. ഇത് മുതൽ ഇതുവരെ ആകുമ്പോൾ എത്രയാണിത്? ഇത് 30 ആണ്. ഇത് തൊട്ട് ഇതുവരെ
ഈ 30ഉം ഇവിടെയുള്ള ഈ 30ഉം കൂടെ ചേർന്ന് എത്രയാവും? 60 ആവും. അടുത്തത് എത്രയാവും? ഇത് 90 ആകുന്നു. അടുത്തത് 90ഉം 30ഉം 120 ആവും. എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം 12 മുതൽ 1 മണി വരെയുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് എത്രയാണ്? 30 ഡിഗ്രിയാണ്. അത് വെച്ചാണ് ഇപ്പം നമ്മൾ 30 × 4 എത്രയെന്ന് ചെയ്തത്? 120 ചെയ്തത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ സി 120. 97 ഓപ്ഷൻ സി എന്ന് കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 98ാമത്തെ ക്വസ്റ്റ്യൻ. 3:12 = x/60 ആയാൽ x/60 ആയാൽ എക്സിൻ്റെ വില എന്ത്? 3:12 തന്നിട്ടുണ്ട് എത്ര? x/60. അപ്പോൾ 3/x എന്നുള്ളത് നമ്മൾ എന്തെടുക്കുന്നു? x/60 എന്നെടുക്കുന്നു. x/60 എന്നെടുക്കുന്നു അല്ലേ? 3:12 ആണ്. ഇവിടെ 12 ആണ്. 12 ആണ്. അപ്പോൾ 3/12 ആണ്. അതെഴുതി. ഓക്കെ, അപ്പോൾ എന്ത് വരുന്നു? ഇനി നമുക്ക് എക്സ് വേണം കണ്ടുപിടിക്കാൻ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ 12ഉം 60 ഇവിടെ ഇട്ട് തന്നെ ക്യാൻസൽ ചെയ്യാം. എങ്ങനെയാണ്? രണ്ടും ഛേദത്തിലാണ്. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും? 12ഉം 60ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 5 വരും. 5 12 ആണ് 60 അല്ലേ? ഇനി നമുക്ക് എക്സ് കണ്ടുപിടിച്ചാൽ മതി. ക്രോസ് ചെയ്യണം. ആദ്യം ആരെ ക്രോസ് ചെയ്യുന്നു? 3 × 5. 3 × 5 എത്രയാണ്? 15. അതെഴുതി. ഇനി ഇങ്ങനെ ക്രോസ് ചെയ്യാം. എക്സ് ഇൻറ്റു ഇവിടെ 1 ആണുള്ളത്. എക്സ് ഇൻറ്റു 1 എക്സ് ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി 15. ആൻസർ ഓപ്ഷൻ ഡി 15 എന്ന് കിട്ടി. 98 ഓപ്ഷൻ ഡി. അടുത്ത 99ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പ്ലസ് എന്നത് ഇൻറ്റുവിനെയും മൈനസ് എന്നത് പ്ലസിനെയും ഡിവിഷൻ എന്നത് മൈനസിനെയും ഇൻറ്റു എന്നത് ഡിവിഷനെയും സൂചിപ്പിച്ചാൽ 6/3 + 2 -8 × 4 എത്ര? അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ചിഹ്നങ്ങൾ മാറ്റി കൊടുക്കാം. അപ്പോൾ എന്ത് വരുന്നു? 6/3 ഡിവിഷൻ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? മൈനസ്. അപ്പോൾ 6 - 3 പ്ലസ് എന്താണ്? ഇൻറ്റു 2 മൈനസ് എന്താണ്? പ്ലസ് ആണ് 8 ഇൻറ്റു എന്താണ്? ഡിവിഷനാണ്. ഇൻറ്റു ഡിവിഷനാണ്. ഡിവിഷൻ 4. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവിഷൻ ചെയ്യുന്നു. 8/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 8/4 2 ആണ്. 3 × 2 എത്രയാണ്? 3 × 2 6 ആണ്. ഇവിടെ 6 ഉണ്ട്. 6 - 6 + 2 എന്ന് വരും. 6 - 6 എത്രയാണ്? 0. 0 + 2 2. 99 ഓപ്ഷൻ എ എന്ന് കിട്ടി. 99 ഓപ്ഷൻ എ. അടുത്തത് 100ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 100 ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 7, 10, 6, 13, 5, 16 എന്ന ശ്രേണിയുടെ 9ാം പദം എത്ര? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ ശ്രേണി ഒന്ന് നോക്കാം. ശ്രേണി എന്താണ്? സമാന്തര ശ്രേണി അല്ല. നമുക്കറിയാം അല്ലേ? 7, 10 3 കൂടി, 10, 6 4 കുറഞ്ഞു. അപ്പോൾ അതെന്തല്ല? ഒരു സമാന്തര ശ്രേണി അല്ല. അപ്പോൾ ആ ശ്രേണിയുടെ 9ാം പദം കണ്ടുപിടിക്കണം. ഇപ്പോൾ എത്ര പദങ്ങൾ തന്നിട്ടുണ്ട്? 7, 10, 6, 13, 5, 16. ഇനി 1, 2, 3, 4, 5, 6 6 പദങ്ങൾ തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 7, 8, 9ാം പദമാണ് കണ്ടുപിടിക്കേണ്ടത്. 9ാം പദം കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഈ ശ്രേണിക്ക് എന്താണ് പ്രത്യേകത എന്ന് നോക്കിയാൽ ശ്രേണി എങ്ങനെയാണ് കിടക്കുന്നത്? 7, 6, 5 അടുത്തിവിടെ എന്ത് വരുന്നു? 4 വരും. 4 അടുത്തത് ഇവിടെ എന്ത് വരുന്നു? 3 വരുന്നു. മനസ്സിലായോ? എന്ത് കുറഞ്ഞു വന്നു? -1 ആണ് ഇവിടെ എല്ലാം വന്നിരിക്കുന്നത്. -1 വരും അല്ലേ? 7, 6, 5, 4 അടുത്തത് എന്തായിരിക്കും? 3 ആയിരിക്കും. ഓപ്ഷൻ സി. ഓപ്ഷൻ സി കിട്ടി. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ 8ാം പദമാണ് ചോദിച്ചിരുന്നത്. ഇവിടെയാണ് ചോദിച്ചത്. ഈ ടേമാണ് ചോദിച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്തത് നോക്കും. 10, 13, 16 അടുത്ത എത്രയായിരിക്കും? 19 ആയിരിക്കും അല്ലേ? 19 ആയിരിക്കും. എത്ര കൂടി പോകുന്നു? 3 കൂടി പോകുന്നു. ഇവിടെ 3 കൂടി, അടുത്ത 3 കൂടി, ഇവിടെ എന്ത് ചെയ്യണം? 3 കൂടണം. അപ്പോൾ 19 വരും അല്ലേ? അപ്പോൾ അങ്ങനെയാണ് ഈ സീരീസ് വന്നിരിക്കുന്നത്. അപ്പോൾ 100 ക്വസ്റ്റ്യൻ ചെയ്തു. നമ്മുടെ 10th പ്രിലിംസിന് ഫസ്റ്റ് സ്റ്റേജ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്യാം. നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്. VFA 10th മെയിൻസിനൊക്കെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പഠിക്കാം. ഓക്കെ, താങ്ക് യു.